ഈ വീഡിയോയിൽ നമ്മൾ ടെലികമ്മ്യൂണിക്കേഷനും അതുപോലെ ഡാറ്റ കമ്മ്യൂണിക്കേഷനും എന്താണെന്നുള്ളതാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇതിൽ ടെലികമ്മ്യൂണിക്കേഷൻ 2 മാർക്കിൻ്റെ ഒരു ക്വസ്റ്റ്യനായിട്ട് മുന്നത്തെ ഏതോ ഒരു എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. ഇതിൽ ടെലികമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞ് ഉദ്ദേശിക്കുന്നത് ഇത്രയേ ഉള്ളൂ. നമ്മളിപ്പോൾ ദൂരെ നിന്നിട്ട് ഒരാളെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ നോക്കുകയാണെങ്കിൽ അതൊരു ടെലികമ്മ്യൂണിക്കേഷനാണ്. ഇതിന് പറ്റിയൊരു എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ ടെലിവിഷനാണ്. ഈ ടെലിവിഷനിൽ നമ്മളിപ്പോൾ ചാനലൊക്കെ കാണുന്നുണ്ട്. ഈ ചാനലൊക്കെ ബ്രോഡ്കാസ്റ്റ് ചെയ്യുന്നത് എവിടെയെങ്കിലുമൊക്കെ ഇരുന്നിട്ട് ആൾക്കാർ ചെയ്യുന്നൊരു പരിപാടിയാണ്. പക്ഷേ ലോകത്ത് എവിടെ ഇരുന്ന് നമുക്ക് അത് ടി വി കൂടെ കാണാൻ പറ്റുന്നുണ്ട്. സോ ടെലികമ്മ്യൂണിക്കേഷന് ഏറ്റവും നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു എക്സാമ്പിൾ ടെലിവിഷനാണ്. അതുപോലെ തന്നെ നമുക്ക് ടെലഫോൺ അതൊരു എക്സാമ്പിളായിട്ട് വേണമെങ്കിൽ പറയാൻ പറ്റും. ഇനി ഇതിൻ്റെ അകത്ത് ടെലികമ്മ്യൂണിക്കേഷനിൽ ടെലി എന്ന് പറയുന്ന വാക്ക് അതൊരു ഗ്രീക്കായിട്ടുള്ള വാക്കാണ്. അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ദൂരം എന്നാണ് ഉദ്ദേശിക്കുന്നത്. പിന്നെ അതുപോലെ കമ്മ്യൂണിക്കേഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ലിറ്ററലി നമ്മൾ ഒരു ഇൻഫർമേഷൻ ഷെയർ ചെയ്യുന്നതിനെ പറ്റിയിട്ടാണ് കമ്മ്യൂണിക്കേഷൻ എന്നുള്ള വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. കമ്മ്യൂണിക്കേഷൻ 2 രീതിക്ക് വരാം. ഒന്നില്ലെങ്കിൽ അതൊരു ലോക്കൽ കമ്മ്യൂണിക്കേഷൻ ആവാം, അതല്ല എങ്കിൽ അതൊരു റിമോട്ട് കമ്മ്യൂണിക്കേഷൻ ആവാം. ഇതിൽ ലോക്കൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു കസേരയിൽ നമ്മൾ 2 ഫ്രണ്ട്സ് ഇരുന്ന് ഫേസ് ടു ഫേസ് സംസാരിക്കുകയാണെങ്കിൽ അതൊരു ലോക്കൽ കമ്മ്യൂണിക്കേഷനാണ്. ഇതിൻ്റെ അകത്ത് നമ്മളിപ്പോൾ വീട്ടിൽ നടന്ന കാര്യങ്ങൾ ചിലപ്പോൾ നമ്മളുടെ ഫ്രണ്ടിൻ്റെ അടുത്ത് ഷെയർ ചെയ്യണ്ടാവും. അതല്ല എങ്കിലും ടീച്ചർ എന്തെങ്കിലും പഠിപ്പിച്ച കാര്യങ്ങൾ അത് തമ്മിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ അങ്ങനെ നടത്തുന്ന എന്ത് തരത്തിലുള്ള ഡിസ്കഷനും അല്ലെങ്കിൽ എന്ത് തരത്തിലുള്ള സംസാരവും അത് ഒരു ഇൻഫർമേഷനായിട്ടാണ് അവിടെ കൺസിഡർ ചെയ്യുന്നത്. അതേസമയം റിമോട്ട് കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഓവർ ദ ഡിസ്റ്റൻസ് നടക്കുന്ന ഒരു കമ്മ്യൂണിക്കേഷനാണ്. അതായത് ഇപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നുണ്ട്, നിങ്ങളിപ്പോൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഞാനിതിപ്പോൾ ഗോവയിലിരുന്നിട്ട് ഈ വീഡിയോ റെക്കോർഡ് ചെയ്ത് എഡിറ്റ് ചെയ്തിട്ടാണ് യൂട്യൂബിൽ ഇടുന്നത്. എന്നാൽ നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് ഒരു മൊബൈൽ ഫോണിൻ്റെ സഹായത്തോടെ നിങ്ങളുടെ വീട്ടിലിരുന്നിട്ടാണ് കാണുന്നത്. അതായത് ഗോവയിലിരിക്കുന്ന ഞാൻ കേരളത്തിലിരിക്കുന്ന നിങ്ങളുടെ അടുത്ത് എനിക്ക് പറയാനുള്ള ടോപ്പിക്ക് ഒരു വീഡിയോ ഫോർമാറ്റിലാക്കി നിങ്ങളുടെ അടുത്തേക്ക് കൺവേ ചെയ്യാൻ ഞാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ അതൊരു റിമോട്ട് കമ്മ്യൂണിക്കേഷനായിട്ട് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും. ഈ ടെലികമ്മ്യൂണിക്കേഷനും ഡാറ്റ കമ്മ്യൂണിക്കേഷനൊക്കെ അതുകൊണ്ട് നമുക്കൊരു റിമോട്ട് കമ്മ്യൂണിക്കേഷൻ്റെ എക്സാമ്പിളായിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റും. അടുത്തതായിട്ട് ഡാറ്റ കമ്മ്യൂണിക്കേഷൻ എന്താണെന്നുള്ളത് നോക്കാം. ഈ ഡാറ്റ കമ്മ്യൂണിക്കേഷൻ്റെ ടോപ്പിക് ഇച്ചിരി ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് പല എക്സാംസിന് 2 മാർക്കിനും 5 മാർക്കിനും ചില എക്സാംസിനും 15 മാർക്കിനൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ടോപ്പിക്ക് കുറച്ച് ശ്രദ്ധിക്കണം. ഇതിൻ്റെ കുറച്ചധികം അഡീഷണൽ ടോപ്പിക്സ് വരുന്നുണ്ട്. പക്ഷേ ഈ ഒരു വീഡിയോയിൽ ഡാറ്റ കമ്മ്യൂണിക്കേഷൻ എന്താണെന്ന് മാത്രമേ ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകുന്നുള്ളൂ. അടുത്ത വീഡിയോസിൽ ബാക്കി ടോപ്പിക്സ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഡാറ്റ കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ 2 ഡിവൈസസ് തമ്മിൽ നടക്കുന്ന ഡാറ്റ എക്സ്ചേഞ്ചിനെയാണ് ഉദ്ദേശിക്കുന്നത്. ഈ 2 ഡിവൈസസ് ഏതെങ്കിലും ഒരു ട്രാൻസ്മിഷൻ മീഡിയം വഴിയായിരിക്കും ഡാറ്റ എപ്പോഴും എക്സ്ചേഞ്ച് ചെയ്യുക. ഇതിൽ ട്രാൻസ്മിഷൻ മീഡിയം എന്ന് പറഞ്ഞാൽ നമുക്ക് അതിനൊരു എക്സാമ്പിളായിട്ട് പറയാൻ പറ്റുന്നത് ഒപ്റ്റിക്കൽ കേബിൾസ്, അതല്ലെങ്കിൽ വയേഴ്സ്, അതും അല്ലെങ്കിൽ ഇപ്പോൾ മൊബൈലിൽ നമ്മളിപ്പോൾ ഒരാളെ വാട്സപ്പ് കോൾ വിളിക്കുകയാണെങ്കിൽ അവിടെ ട്രാൻസ്മിഷൻ മീഡിയം എന്ന് പറഞ്ഞാൽ റേഡിയോ വേവ്സ് ആണ്. അതായത് നമ്മളുടെ സിമ്മിൻ്റെ ആ ഒരു കമ്മ്യൂണിക്കേഷൻ മീഡിയം എന്ന് പറഞ്ഞാൽ അതൊരു റേഡിയോ വേവ് ആണ്. അതല്ലെങ്കിൽ വൈഫൈ ആണെങ്കിൽ അതും ഒരു റേഡിയോ വേവ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ അകത്ത് ഡാറ്റ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്ന ടേം എന്ന് പറഞ്ഞാൽ ഇൻഫോർമേഷനാണ്. ഈ ഇൻഫോർമേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഡാറ്റ ഉണ്ടാക്കുന്ന ആളും അതുപോലെ യൂസ് ചെയ്യുന്ന ആളും തമ്മിൽ എഗ്രി ചെയ്തിട്ടുള്ള രീതിക്കായിരിക്കും പ്രസൻറ്റ് ചെയ്യുക. ഇതിനൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ നിങ്ങളുടെ കൂടെ ഒരു ഹിന്ദിക്കാരനുണ്ടെന്ന് വിചാരിക്കുക. അവൻ നിൻ്റെ ഫ്രണ്ടാണെന്ന് വിചാരിക്കുക. അപ്പോൾ ഹിന്ദിക്കാരന് ടോട്ടലി മലയാളം അറിയത്തില്ല, നിനക്കാണെങ്കിൽ ഹിന്ദിയും അറിയത്തില്ല. അപ്പം നീ പോയിട്ട് ഹിന്ദിക്കാരൻ്റെ അടുത്ത് മലയാളത്തിൽ ഒരു ക്രൂഷ്യലായിട്ടുള്ള ഇൻഫർമേഷൻ പറയുകയാണെങ്കിൽ ഒബ്വിയസ്ലി ഹിന്ദിക്കാരന് മനസ്സിലാവത്തില്ല. അതുകൊണ്ട് നമുക്ക് ഡാറ്റ മലയാളത്തിൽ പ്രസൻറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അതേപോലെ തന്നെ അവൻ ഹിന്ദിയിൽ പറഞ്ഞാൽ നമുക്കും മനസ്സിലാവണമെന്നില്ല. അതുകൊണ്ട് ഡാറ്റ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ എപ്പോഴും 2 പാർട്ടീസ് തമ്മിൽ ഒരു റൂൾ അല്ലെങ്കിൽ ഒരു പ്രോട്ടോക്കോള് എഗ്രി ചെയ്തിട്ട് ആ ഒരു ഫോർമാറ്റിലായിരിക്കും എപ്പോഴും ഡാറ്റ പ്രസൻറ്റ് ചെയ്യുന്നത്. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഒരു ഡാറ്റ കമ്മ്യൂണിക്കേഷൻ നടക്കണമെങ്കിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഡിവൈസ് ഒരു കമ്മ്യൂണിക്കേഷൻ സിസ്റ്റത്തിൻ്റെ പാർട്ടാവണം. ഈ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഹാർഡ്വെയർ ആൻഡ് സോഫ്റ്റ്വെയറിൻ്റെ ഒരു കോമ്പിനേഷനാണ്.
അതായത് ഇപ്പം നിങ്ങൾക്കൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നിങ്ങൾ ഒരാളെ ഫോൺ വിളിക്കുകയാണെന്ന് വിചാരിക്കുക. അപ്പം അങ്ങനെ വരുമ്പോൾ അവിടെ ഹാർഡ്വെയർ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ഫോണാണ്. അതുപോലെ സോഫ്റ്റ്വെയർ എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ഫോണിൻ്റെ അകത്ത് നിങ്ങൾക്ക് നമ്പർ ഡയൽ ചെയ്യാനുള്ള ഡയലർ ആപ്പും അതുപോലെ കോണ്ടാക്ട്സിൻ്റെ ആപ്പും അതൊക്കെയാണ് സോഫ്റ്റ്വെയർ ആയിട്ട് ആഡ് ചെയ്യുന്നത്. ഇപ്പം നിങ്ങൾക്ക് ഈ കോമ്പിനേഷനിലുള്ള ഹാർഡ്വെയർ ഡാമേജ് ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ സോഫ്റ്റ്വെയർ ഡാമേജ് ഉണ്ടെങ്കിലോ നിങ്ങൾക്ക് എഫക്റ്റീവായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഒരു കമ്മ്യൂണിക്കേഷൻ്റെ സിസ്റ്റത്തിൽ ഹാർഡ്വെയറിനും സോഫ്റ്റ്വെയറിനും ഈക്വലി ഇമ്പോർട്ടൻസ് ഉണ്ട്.